പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 2-ാമത്തെ വാക്യം. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോവനായ ദൈവം അവന് പ്രത്യക്ഷനായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ്. പല തവണ ഞാൻ ഈ ദൈവത്തിന് പ്രസംഗിച്ചിട്ടുണ്ട്. പ്രൈസലോ. അപ്പം അബ്രഹാമിന് തേജോവനായ ദൈവം പ്രത്യക്ഷനായി എന്ന് ഉള്ള വലിയൊരു പ്രതിപാദത്തോടു കൂടിയാണ്, പ്രസംഗത്തോടു കൂടിയാണ് സ്തേഫാനോസ് തന്റെ ശുശ്രൂഷ ഇവിടെ തുടങ്ങുന്നത്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 7-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് സ്തേഫാനോസിന്റെ മഹത്വമേറിയ മഹനീയമേറിയ തേജസ്സേറിയ ശുശ്രൂഷ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 1-ാം വാക്യം വായിക്കും ഇങ്ങനെ കാണും. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതന്മാർ ചോദിച്ചതിന് അവൻ പറഞ്ഞതാണ്, അബ്രഹാമിന് മെസൊപ്പൊത്താമ്യയിൽ വെച്ച് തന്നെ തേജോവനായ ദൈവം പ്രത്യക്ഷനായി. ഇത് പറയുന്ന സമയത്ത് സ്തേഫാനോസിന്റെ മുഖം, ഹല്ലേലൂയ, ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചതെന്ന് ഒരു വ്യക്തി വേദപുസ്തകത്തിൽ പ്രസംഗിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സ്തേഫാനോസിനെ കുറിച്ചാണ് വളരെ പഠിക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യമുണ്ട്. അവര് സ്തേഫാനോസിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ ശ്രോമാവേ, അബ്രഹാമിന് ദൈവം പ്രത്യക്ഷമായതുപോലെ തേജോവനായ ദൈവം പ്രത്യക്ഷമായതുപോലെ ഈ കാലഘട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ദൈവം പ്രത്യക്ഷമാകാറുണ്ടോ? ക്രൈസ്തവ സമൂഹത്തിൽ അങ്ങനെ ദൈവവചനം പ്രസംഗിച്ച സ്തേഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ആയതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരുടെയും മുഖം ദൈവദൂതന്റെ മുഖം പോലെ ആകുന്നുമുണ്ടോ? രണ്ടും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ്. സ്തേഫാനോസിനെ നമ്മൾ വളരെ വില കൽപ്പിച്ച് വളരെ പ്രാധാന്യത കൊടുത്തുകൊണ്ട് ആ സ്തേഫാനോസ് ശുശ്രൂഷ നമ്മൾ കാണേണ്ടതാണ്. ദൈവം തന്റെ കരങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിച്ച് പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷി കൂടാണ്. കർത്താവിന് വേണ്ടി അതിശക്തിയോടെ നിന്ന് ദൈവത്തിന്റെ വചനം പഴയകാല ചരിത്രങ്ങളെ പുതിയ നിയമസഭയ്ക്ക് പുരോഹിതന്മാർക്ക് ഒരു മടിയും കൂടാതെ തന്റെ ഇടത്തോടെ പറഞ്ഞവരാണ് സ്തേഫാനോസ്. പരിണിതപരം താൻ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിന്നു. അപ്പം പിതാവായ അബ്രഹാമിന് പ്രത്യക്ഷമായ തേജോവനായ ദൈവത്തെക്കുറിച്ച് സ്തേഫാനോസിന് നല്ലൊരു ബോധ്യമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് നന്നായിട്ട് സ്തേഫാനോസിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നപ്പോൾ ആദ്യമായി കർത്താവ് അബ്രഹാമിന്റെ തേജോവനായ ദൈവമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. നമുക്കും ആ തേജോവനായ ദൈവത്തിന്റെ ഇടപെടലാണ് ആവശ്യം. പിന്നീട് അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുമ്പോൾ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്നൊരാദ്യത്തെ ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. ഹാരാനിൽ വന്ന് പാർക്കുമ്പോൾ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം വായിച്ച കാണാൻ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ആണ് അവിടെ കാണുന്നത്. നമ്മളത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഇത്രമാത്രം ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ച് ഇത്രമാത്രം സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ നമ്മുടെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ മക്കളായിട്ട് നമുക്ക് ഈ ഭൂമി നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനായി യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വേർപാടും വിശുദ്ധിയും പ്രാപിച്ച ദൈവജനമായി നമുക്കും ആ തേജോവനായ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതിൽ, തേജോവനായ ദൈവത്തെ സ്തുതിക്കുന്നതിൽ, തേജോവനായ ദൈവത്തോടൊപ്പം നടക്കുന്നതിൽ നമുക്ക് ലഭിച്ച സൗഭാഗ്യത്തെ ഓർക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ എന്ന് പറയുന്നത് വിവിധ നിലകളിൽ വാടിയും തളർന്നും കുഴഞ്ഞും മനുഷ്യൻ പരാജയപ്പെട്ടും നിന്ദിതനായും പരിഹസിക്കപ്പെട്ടും ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ ചില വഴികൾ അടഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു അനുഭവത്തിലാണ്.
അപ്പോൾ തന്നെ സകല മനുഷ്യരും പാപികളാണ്. ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന 800 കോടിയിലധികം ജനങ്ങളും പാപികളാണ്. വിശുദ്ധനായിട്ട് ഈ ഭൂമിയിൽ ഒരുത്തരെയും കാണിക്കാനില്ല. ഒരു മത നേതാവും വിശുദ്ധനല്ല, ഒരു രാഷ്ട്രീയ നേതാവും വിശുദ്ധനല്ല, ഒരു സംഘടനാ നേതാവും വിശുദ്ധനല്ല. വിശുദ്ധന്മാർ ഈ ഭൂമിയിലില്ല. മനുഷ്യനായി ജനിച്ച മണ്ണിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചെന്നാണല്ലോ വേദപുസ്തകം ഉൽപ്പത്തി 2:7. നിലത്തെ പൊടിയിൽ നമ്മെ സൃഷ്ടിച്ച് മൂക്കിൽ ദൈവത്തിന്റെ ശ്വാസം ഊതി നാം ജീവനുള്ള ദേഹിയായി തീർന്ന ആ ആദാമ്യ പരമ്പര അല്ലേ, അവരുടെ പാപം മുഖാന്തരം ഇന്ന് ഈ സമയം വരെ ജനിക്കുന്ന സകലരും ആ മണ്ണുമായിട്ട് ബന്ധമുണ്ട്. ആ മണ്ണിന്റെ ബന്ധമുള്ള ഒരു മനുഷ്യനും ഭൂമിയിൽ ഒരപ്പനും അമ്മയുടെയും ഉദരത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഒരു പുരുഷനും സ്ത്രീയുമായുള്ള കുടുംബജീവിതത്തിൽ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന സന്തതികൾ, അവരിൽ ജനിക്കുന്ന മക്കളെല്ലാം പാപികളാണ്. അല്ലേ, വേദവസം പഠിച്ചത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് വേദവസം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ദൈവത്തെ അറിയുന്നവനില്ല, ഗ്രഹിക്കുന്നവനില്ല, അന്വേഷിക്കുന്നവരെല്ലാവരും വഴിതെറ്റി പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നുവെന്ന് നമ്മൾ ഈ റോമാലേഖനം 3:10 സങ്കീർത്തനമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പ്രൈസലോ. അപ്പൊ എല്ലാവരും പാപികളാണ്. പാപിയായി ജീവിക്കുന്ന, പാപിയായി നടക്കുന്ന, പാപ സ്വഭാവമുള്ള ഈ മണ്ണിന്റെ മണമുള്ള ഒരു ദിവസം മണ്ണിനോട് ചേരുന്ന ഞാനും നിങ്ങളും ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപത്തിന്റെ സ്വഭാവങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് സ്തോത്രം, അബ്രഹാമിന് പ്രത്യക്ഷനായ ആ തേജോമനായി ദൈവത്തെ കാണുവാനുള്ള ഹല്ലേലൂയ ആ വാഞ്ചയോടെ ദൃഢവിശ്വാസത്തോടെ ജീവിക്കുന്നെങ്കിൽ ഹല്ലേലൂയ അബ്രഹാമിന് പ്രത്യക്ഷനായ ദൈവം നമുക്ക് പ്രത്യക്ഷനാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് ജീവിതത്തിൽ വിശുദ്ധി വേണം. ഹല്ലേലൂയ. വിശുദ്ധിയില്ലാത്ത ഒരിടത്തും ദൈവം വസിക്കത്തില്ല. അശുദ്ധമായ സ്ഥലത്ത് വസിക്കുന്നവനല്ല പരിശുദ്ധനായ ദൈവം. പരിശുദ്ധനായ ദൈവം വസിക്കുന്നത് വിശുദ്ധമായ സ്ഥലത്താണ്. ഹല്ലേലൂയ. അത് ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ വായിച്ചാൽ ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യനെന്താ, എല്ലാം അശുദ്ധി കൊണ്ട് നിറയപ്പെട്ടവരാണ്. പൊട്ടച്ചൊല്ലും കരിവാക്കും ചീത്തത്തരയും പറഞ്ഞാണ് മനുഷ്യൻ നുണയും അക്രമങ്ങളും അതുപോലെ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളും ഒക്കെ പറഞ്ഞ് ഏഷണി പറഞ്ഞ് ഹല്ലേലൂയ അത് നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ, നിരൂപണത്തിൽ എല്ലാം മനുഷ്യൻ സദാസമയം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയും ഞങ്ങൾ ഭയങ്കര വിശുദ്ധന്മാരാ, ഞങ്ങൾ വളരെ നീതിമാന്മാരാന്ന് പറയും. അങ്ങനെ ഒരാളില്ല കേട്ടോ. ഹല്ലേലൂയ. വിശുദ്ധന്മാരായിട്ട് നീതിമാന്മാരായിട്ട് നമ്മൾ ചിലരെ അങ്ങ് പ്രഖ്യാപിക്കുകയും ചിലരെയൊക്കെ ഉയർത്തുകയും ചെയ്യുന്നത് അത് മനുഷ്യന്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മനുഷ്യൻ ചെയ്യുന്നതാണ്. അല്ല, ദൈവം ഈ ഭൂമി നമ്മെ വേർതിരിച്ചു വെച്ചിരിക്കുമ്പോൾ പാപത്തിൽ വീഴാതെ, ശാപത്തിൽ വീഴാതെ, ഈ ലോകത്തിന്റെ ജടികമായ സുഖങ്ങളിൽ വീഴാതെ, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് യഥാർത്ഥ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നെങ്കിൽ മാത്രമേ ഈ തേജോമനായ ദൈവം നമുക്ക് പ്രത്യക്ഷമാകുള്ളൂ. അല്ലാതെ ആർക്കും വിശുദ്ധനാണെന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യന് ചിലർ പറയുന്നത് ഞങ്ങൾ പാപം ചെയ്ത്, ഞങ്ങൾ കൊലപാതകം ചെയ്തിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, മോഷണം ചെയ്തിട്ടില്ല, ഞങ്ങൾ ബലാത്കാരം ചെയ്തിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ പാപികൾ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അല്ലേ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നമ്മൾ കൊലപാതകം ചെയ്യണോ, രക്തച്ചൊല്ലി നടത്തുമ്പോൾ, പിടിച്ചു പറിക്ക് പോയിട്ട് അങ്ങനെയൊന്നും ചെയ്താൽ മാത്രമേ പാപികളായി തീരുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു അജ്ഞതയാണ്. പാപം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലുള്ളതാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിലുള്ള പാപം എല്ലാ നിലയിലും നിസ്സാരം നമ്മൾ ഒരു ദിവസം ഈ ഭൂമി ജീവിക്കുന്ന നമ്മുടെ നോട്ടം കൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അല്ലേ, വാക്കുകൊണ്ട്. അപ്പൊ ദൈവസന്നിധിയില് അവൻ സഹോദരനെ മൂടായി എന്ന് വിളിച്ചാൽ പോലും അവൻ അഗ്നിനരകത്തിന് യോഗ്യനായി തീരുമെന്ന് ദൈവകൽപ്പന നമുക്കുള്ളപ്പോൾ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ ആമൻ അബ്രഹാം മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ അവന് പ്രത്യക്ഷനായ തേജോമനായ ദൈവത്തിന്റെ വാക്ക് കേട്ട് പുറപ്പെട്ട അബ്രഹാമിനെ പിന്നീട് ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിന്റെ തലമുറയെ ഇന്ന് കടൽക്കരയിലെ മണൽത്തരി പോലെ, ഭൂമിയിലെ പൊടി പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അബ്രഹാമിനെ വർദ്ധിപ്പിച്ചൊരു ദൈവം ഇന്ന് പകൽ നിങ്ങളെയും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ പരാജയങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട്, നിന്റെ സങ്കടങ്ങൾ, കണ്ണുനീരൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിന്റെയും നിന്റെ കുടുംബത്തെയും സ്തോത്രം ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നിന്റെ കുടുംബത്തെയും നിന്നെ പണിതെടുക്കാൻ പോവുക ദൈവം. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്
ദൈവം നമ്മെ അല്ലെങ്കിൽ എപ്പോഴും സ്നേഹിക്കുന്നവനാണ്. ദൈവം എപ്പോഴും നമ്മെ സ്നേഹിക്കും, കരുണയുള്ളവനാണ്, മനസ്സിലുള്ള പിതാവാണ് നമ്മുടെ ദൈവം. ഏത് പാപം ചെയ്താലും, ഏത് നമ്മെ അകൃത്യങ്ങൾ ചെയ്താലും അവയെ നമ്മൾ ഏറ്റു പറഞ്ഞ ആ പാതപിടുത്തങ്ങൾ ഒന്ന് വീണ് കിടക്കുന്നെങ്കിൽ ആ പാതപിടുത്തൽ വീണ് കിടന്ന് കണ്ണുനീരോടെ അപ്പാ ഞാൻ തെറ്റിപ്പോയി, പാപം ചെയ്തു പോയി, എനിക്ക് മാപ്പ് നൽകണമേ എന്ന് പറഞ്ഞാൽ മനസ്സലിവുള്ള പിതാവ് നമ്മോട് മനസ്സലിയുന്നവരാണ്. എന്നാൽ അവൻ പാപത്തെ ശിക്ഷിക്കും കേട്ടോ. പാപിയെ സ്നേഹിക്കും, പാപത്തെ ശിക്ഷിക്കും. അല്ലേ? അപ്പൊ അബ്രഹാമിന് ദൈവം വലിയൊരു വാഗ്ദത്തം കൊടുത്തു. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഈ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് കണ്ണുകൊണ്ട് കാണുമ്പോൾ മറ്റൊന്നും ആഗ്രഹിക്കത്തില്ല. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് കണ്ണുകൊണ്ട് കണ്ടാൽ പിന്നീട് ഈ ലോകത്തിലുള്ള ഒന്നും ആഗ്രഹിക്കത്തില്ല. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ തേജോമനായ ദൈവം ആർക്കും പ്രത്യക്ഷനാകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണമാണ്. കാരണം നമ്മൾ ദൈവത്തിന്റെ തേജസ്, ആ തേജോമനായ ദൈവത്തെ കണ്ടാൽ ഈ ഭൂമിയിലെ ഒരു സ്ഥാനമാനങ്ങളും അധികാരങ്ങൾക്കും ഈ ഭൂമിയിലെ യാതൊന്നിനും വേണ്ടി നമ്മൾ ആഗ്രഹിക്കത്തില്ല. പക്ഷെ ഇന്നത്തെ സഭകളെ നോക്കി, മതങ്ങളെ നോക്കി, സ്ഥാനമാന അധികാരങ്ങൾക്ക് വേണ്ടി തമ്മിലടിച്ച് കലഹിച്ച് വഴക്കുണ്ടാക്കി എന്തെല്ലാം കോലാഹലങ്ങൾ കൂട്ടിക്കൂട്ടുന്നു. അതെന്തുകൊണ്ട്? അവർ തേജോമനായി ദൈവത്തെ കണ്ടിട്ടില്ല. തേജോമനായ ദൈവത്തെ അവർ കണ്ടിരുന്നുവെങ്കിൽ അവരുടെ ജഡം പ്രവർത്തിക്കത്തില്ലായിരുന്നു. ഇന്ന് ജഡം പ്രവർത്തിക്കുന്നു. മനുഷ്യൻ പ്രാകൃതനാണ്, ജഡികനാണ്. അവന്റെ ജഡശരീരം, പ്രാകൃത ശരീരം പ്രവർത്തിക്കുമ്പോഴും ജഡമയമായ സ്വഭാവം, ജഡത്തിന്റെ ചിന്ത, മരണം, ഹല്ലേലൂയ. അവൻ ഈ ഭൂമിയിലെ എല്ലാ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കും. അവൻ അതിനു വേണ്ടി എന്തെല്ലാം വേണമെങ്കിലും ചെയ്യും. എന്നാൽ തേജോമനായ ദൈവത്തെ കണ്ട മനുഷ്യന്റെ ജഡം ഒരിക്കലും പ്രവർത്തിക്കുന്ന ജഡപ്രകാരം പ്രവർത്തിക്കുന്ന ആത്മാവിൽ നിറയപ്പെട്ടവനായിരിക്കും. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തിന്റെ വചനം ഒന്ന് ഈ ഭൗതിക ശ്രേഷ്ഠതകളെ എല്ലാം നമ്മൾ നിസ്സാരമായി കാണും. ഭൗതികമായ ശ്രേഷ്ഠതകൾ, ഭൗതികമായ നന്മകൾ, ഈ ഭൂമിയിലെ ആഡംബരങ്ങൾ, സ്ഥാനമാനങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അതിനെ നമ്മൾ നിസ്സാരമായി കാണുകയാണെങ്കിൽ, ഹല്ലേലൂയ, എന്നിട്ട് നമ്മൾ ദൈവ തേജസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലെ എല്ലാ ഭൗതിക കാര്യങ്ങളെയും നിസ്സാരമായി കണ്ടുകൊണ്ട് ദൈവ തേജസ്സിന് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇടം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവി, പിതാവി, ദൈവ തേജസ്സിന് നിങ്ങളുടെ ഉള്ളിൽ ഇടമുണ്ടോ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പം ക്രൈസ്തവരുടെ വീട്ടിൽ പ്രാർത്ഥന ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ എന്തായി പന്തുകളി മുഖാന്തരം ക്രൈസ്തവരുടെ വീട്ടിൽ പ്രാർത്ഥനയില്ല. ഞാൻ ഈ പന്തുകളിക്ക് സ്പോർട്സിനൊന്നും എതിരുള്ള ആളല്ല. പണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്ന ആളാണ്, ഇപ്പോഴും എനിക്ക് ഇഷ്ടമൊക്കെ. പക്ഷെ ഞാൻ എന്റെ പ്രാർത്ഥനാ സമയങ്ങളും എന്റെ ശുശ്രൂഷ സമയങ്ങളും ഒക്കെ കഴിഞ്ഞ് എനിക്കങ്ങനെ സമയം കിട്ടാറില്ല. ഞാൻ പിന്നെ അത് കാണാറുമില്ല ഇപ്പോൾ പറഞ്ഞാൽ. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ തേജോമനായ ദൈവത്തിന് ഏറ്റവും പ്രാധാന്യം. പല ഭവനത്തിലും പ്രാർത്ഥനയില്ലെന്ന് ഹല്ലേലൂയ പാസ്റ്ററെ പ്രാർത്ഥിക്കണമെന്ന് തന്നെ എല്ലാവരും വിളിച്ചു പറയാം. പാസ്റ്റർ വൈകിട്ട് പ്രാർത്ഥനയില്ല, ഈ പന്തുകളി മുഖാന്തരം ടിവിയുടെ മുമ്പിലാ വീട്ടിലെ അപ്പനും അമ്മയും മക്കളും ഒക്കെ. പ്രൈസ് ദി ലോർഡ്. അപ്പോഴത്തേക്ക് നമ്മൾ എത്രമാത്രം പരാജയപ്പെട്ടു പോയി, നമ്മൾ എത്രമാത്രം ദൈവത്തിൽ അകന്നു പോയി. സാത്താൻ നമ്മുടെ ഹൃദയത്തെ വശീകരിച്ചില്ലേ? സാത്താൻ നമ്മുടെ മനസ്സിനെ വശീകരിച്ചില്ലേ? അവൻ നമ്മുടെ ജഡത്തിൽ പ്രവേശിച്ച് നമ്മളെ പ്രാകൃത ജഡികനാക്കി മാറ്റിയിട്ട് അവൻ പറഞ്ഞില്ലേ, നീ ഇന്ന് നിന്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന വേണ്ട, നിന്റെ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥന വേണ്ട, പ്രഭാത പ്രാർത്ഥന വേണ്ട, നീ ടിവിയിലിട്ട് നോക്ക്, നിന്റെ കണ്ണുകൾ തിമ്പമായത് കിട്ടും. എന്നാൽ നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിനകത്ത് അപ്പനും അമ്മയും മക്കളും എല്ലാം ഒന്നിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ, സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുമ്പോൾ, സഭയുടെ കൂടിയവരിൽ വരുമ്പോൾ തേജോമനായ ദൈവം നമുക്ക് പ്രത്യക്ഷനാകുമെന്നുള്ള ഉറപ്പോടെ മനുഷ്യൻ വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണാനും ആസ്വദിക്കുവാനും കാണാൻ ആഗ്രഹിക്കേണ്ടതും നമുക്ക് കാണുവാൻ താല്പര്യമുള്ളതും ഒക്കെ നമ്മുടെ തേജോമനായ ദൈവത്തെ ആയിരിക്കണം. തേജോമനായ ദൈവം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തെ നീ ഇഷ്ടപ്പെടത്തില്ല. ഈ ലോകത്തെ ഇഷ്ടപ്പെടുന്ന, ഈ ലോകത്തിന്റെ രീതികളെ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അല്ലേ? ഈ ലോകം മുഴുവൻ പാപത്തന്ത്രയപ്പെട്ട് കിടക്കുന്നു. ഈ ലോകം മുഴുവൻ ശത്രുവിന്റെ തന്ത്രങ്ങൾ അന്ത്രയപ്പെട്ട് കിടക്കുന്നു. ആമീൻ. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത് സർവ്വ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ആമീൻ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ ദുഷ്ട ലോകത്തിൽ നമ്മെ വിടിവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പൗലോസ് പറയുക. അങ്ങനെ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സർവ്വ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ മനുഷ്യനെ മുഴുവൻ ആ ദുഷ്ടൻ ഭരിച്ചുകൊണ്ട് അവന്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ ഭൗതിക കാര്യങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവനെ ദൈവത്തിൽ അകറ്റിക്കൊണ്ടിരിക്കുന്നു. തേജോമനായി ദൈവത്തിന്റെ തേജസ് കാണുവാൻ കഴിയാത്ത നിലയിൽ
മനുഷ്യന്റെ ജീവിതത്തിൽ ലോകമോഹങ്ങൾ കൊടുത്ത് അവനെ ഇരുളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, മടങ്ങി വരണം. അധികം നാളുകളോട് ജീവിക്കാൻ പറ്റത്തില്ല. പ്രമാദത്തിൽ പലരും കണ്ടു തുറന്നിട്ടില്ല. എന്ത് പറ്റി? രാത്രിയിൽ അറ്റാക്കായിട്ട് മരിച്ചു. രാവിലെ പലരും നിൽക്കുന്നതിൽ കുഴഞ്ഞു വീഴുന്നു. ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീഴുന്നു, ഭവനത്തിൽ കുഴഞ്ഞു വീഴുന്നു. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ അവിടെ വീഴുന്നു, ബാത്റൂമിൽ വീഴുന്നു, എന്തെല്ലാം കുഴഞ്ഞു വീഴുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സംഭവം എന്താ? അറ്റാക്ക്. പെട്ടെന്ന് മരിക്കുക. അതിൻ്റെ ഒരു കാരണം കണ്ടു. കൊറോണയ്ക്ക് ശേഷമായിട്ട് നമ്മൾ 2-3 ഇഞ്ചക്ഷനൊക്കെ എടുത്തത് കൊണ്ടാണ് ഈ അറ്റാക്ക് വരുന്നത്. ശരിയായിരിക്കും, അല്ലേലൂയ. അതിന്റെ ഒരു പ്രശ്നം കാണും, അല്ലേലൂയ. എന്നാലും മനുഷ്യൻ ഏത് സമയത്ത് മരിക്കുമെന്നായി പറഞ്ഞു. ഏത് സമയത്ത് മരണം വരും, ഏത് സമയത്ത് മരിക്കും, എങ്ങനെ മരിക്കും എന്നൊന്നും നമുക്ക് വിധി കൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടും അതിനെക്കുറിച്ച് പ്രവചിക്കാൻ പറ്റാത്തത് കൊണ്ടും മരണത്തിന്റെ സമയത്തെക്കുറിച്ച് നമുക്ക് അറിയില്ലാത്തത് കൊണ്ടും, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, സാത്താൻ ഭൗതിക കാര്യങ്ങളെ കാണിച്ച് നിന്റെ കണ്ണുകൾക്ക് ഇമ്പം തന്നതിനെ ദൈവത്തിന് അകറ്റി തേജോമനായ ദൈവത്തിനെ അടർത്തി മാറ്റിക്കൊണ്ടു പോകുമ്പോൾ സ്തേഫാനോസ് തേജോമനായി ദൈവത്തിന്റെ മുഖതേജസ് കണ്ടവൻ ദൈവവചനം പ്രസംഗിച്ച് മഹാപുരോഹിതന്മാരെ ഇരുത്തിയതുപോലെ നമ്മളെ തേജോമനായ ദൈവത്തെ നമ്മൾ കണ്ടുകൊള്ളണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ ഭൗതികമായ എല്ലാം കാര്യം മാറ്റിവെച്ചിട്ട് ദൈവദേശത്ത് പ്രാപിക്കണം. ഈ ലോകവും ഭൗതികവും ചെടിയ ഇച്ഛകളും ഉപേക്ഷിച്ച് കർത്താവിനെ നിങ്ങൾ അനുഗമിക്കണം. ഈ ലോകം, ഹല്ലേലൂയ, ഈ ലോകവും ഇവിടുത്തെ ലൗകികമായ ജീവിതം മനുഷ്യൻ മുഴുവൻ ലൗകിക ആസക്തിയിലേക്ക് വീണുകൊണ്ടിരിക്കുക. എവിടെ നോക്കി കൊച്ചു കുട്ടികളടക്കം ഇന്നത്തെ കാലഘട്ടത്തിൽ ലൈംഗിക ആസക്തിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ ഇവർ ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണമുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയ കുട്ടികളുടെ കൈയിട്ട് കൊടുക്കുന്ന മൊബൈലിൽ അവർ കാണുന്ന സകലരും അവരെ ലോകത്തിന്റെ ജടികമായ ഭൗതിക ഇച്ഛകളിലേക്ക്, ലൈംഗിക ആസക്തിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ സാത്താൻ വലിച്ചു കൊണ്ടുപോവുകയാണ്. കൊച്ചുകുട്ടികൾക്ക് യൂട്യൂബ് എന്ന് പോലും പറയുന്നില്ല, യൂട്യൂബ് എന്നൊക്കെയാ പറയുന്നത്. ചില വീട്ടിലേക്ക് വരുമ്പോൾ യൂട്യൂബ് എന്നാ പറയുന്നത്. യൂട്യൂബ് ഞാൻ വന്നിട്ട് വീട്ടിൽ ചെയ്ത അവിടുത്തെ കുഞ്ഞുങ്ങൾ പറഞ്ഞു യൂട്യൂബ്. അല്ലേ? അപ്പൊ ഞാൻ ഒരു കോള് വന്നപ്പോ എടുത്ത് വിളിക്കാൻ ഒരു വീട്ടിലൊരു കൊച്ചുകുട്ടി ആങ്കളെ യൂട്യൂബ്. എനിക്ക് മനസ്സിലായി. പിന്നെ അവരുടെ അവിടുത്തെ എനിക്ക് മനസ്സിലായി. അവർ പിന്നെ കൊച്ചിനല്ല അറിയാം. പിന്നെ കൊച്ചിനറിയാം, നീ പഠിപ്പിച്ചത് തന്നെ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീയല്ലേ നിന്റെ കുഞ്ഞിനെ യൂട്യൂബിനെ കുറിച്ച് പഠിപ്പിച്ചത്. കുഞ്ഞ് വളർന്നു വരുമ്പോൾ അത് യൂട്യൂബിനെ യൂട്യൂബായിട്ട് പഠിക്കും. ഹല്ലേലൂയ. അതിനകത്ത് എല്ലാ കുഞ്ഞിന്റെ ഉള്ളിൽ കയറിയിരിക്കും. പിന്നെ ഈ ഭൂമിയിലെ ഭൗതികം ലോക ഇച്ഛ ജനിക്കുക ലൈംഗികാസത്തിലേക്ക് ഇതിന്റെ തലമുറ പോകും, ലഹരിക്കടിമയായി തീരും. തേജോമനായി ദൈവം അവന് നഷ്ടപ്പെടുകയാണ്. ഇന്നത്തെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും എല്ലാം തേജോമനായി ദൈവം നഷ്ടപ്പെട്ടു. നമുക്ക് അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമായ സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായി ദൈവം പ്രത്യക്ഷനായി എന്ന് വാതോരാതെ പ്രാസമനുസരിച്ച് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് എന്ത് അടിപൊളി പ്രസംഗമാണ് നമ്മൾ നടത്തുന്നത്. പക്ഷെ പ്രസംഗിക്കുന്ന ആളിന് തേജോമനായി ദൈവം പ്രത്യക്ഷനായി എന്നുള്ളതാണ്. എന്നെ കൂടെ കൂട്ടി പറയട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പറയുമ്പോൾ നിങ്ങൾ ഈ ഭാഗത്ത് ഞങ്ങളെ തന്നെ കുറ്റം പറയാം. അല്ലല്ല, ഞാനിതിനകത്തൊരു ഭാഗമാണ്. ഞാൻ ഈ ലോകത്തെ സ്നേഹിച്ച ലോകത്തിന്റെ ഭൗതിക ലൗകിക ആസക്തി ജടിക ഇച്ഛകളെല്ലാം എന്റെ ഉള്ളിലേക്ക് വരും. എനിക്ക് തേജോമനായ ദൈവത്തെ കാണാനോ സേവാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു നിന്ന് പ്രസംഗിച്ചതുപോലെ നമുക്ക് പ്രസംഗിക്കാനോ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ദൈവവചനം യഥാർത്ഥത്തിൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരനായി നിൽക്കാൻ ശ്രമിക്കണം. അങ്ങനെ നിൽക്കണമെങ്കിൽ തേജോമനായ ദൈവം നമുക്ക് പ്രത്യക്ഷനാകണം. തേജോമനായ ദൈവം നിനക്ക് പ്രത്യക്ഷമായെന്ന് നിന്റെ വീട്ടിൽ വരുമ്പോൾ തന്നെ അറിയാം. പ്രൈസലോ. തേജോമനായ ദൈവം നിനക്ക് പ്രത്യക്ഷമായിട്ട് നിന്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിനകത്ത് ചെന്നാൽ നരകമാണെന്നാ പറയുന്നത്. ഞങ്ങളുടെ വീട് നരകമാണെന്ന് പലരും പറയാം. നരകത്തിൽ കിടക്കുന്നവർ സ്വന്തം വീട്ടിൽ കിടക്കുന്നതിനെ കുറിച്ച് ചില സഹോദരിമാരും നരകത്തിൽ കിടക്കുക, ചില സഹോദരന്മാരും പറയാറുണ്ട് കേട്ടോ.
എന്റെ ഭാഷ വീടൊരു നരകമാണ്. അപ്പം വീടൊരു നരകമാണെങ്കിൽ അവൻ ഈ ഭൂമിയിലെ അവന് ദൈവം പാർക്കുവാൻ കൊടുത്ത മനോഹരമായ പാർപ്പിടം, അവന്റെ ഭവനം, അവന് കൊടുത്ത ഭാര്യ, മക്കൾ, അവന്റെ അപ്പനും അമ്മയും ഒന്നിച്ച് താമസിക്കുന്ന, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും താമസിക്കുന്ന ഭവനൊരു നരകമായിട്ട് എന്നെ കേൾക്കുന്ന സഹോദര സൂര്യൻ നീ കണ്ടാൽ, എന്നാൽ ഈ നിന്റെ മരണാനന്തരം നീ കടന്നു ചെല്ലുന്ന നിത്യമായ നരകം കാണുമ്പോൾ നീ എന്തായിരിക്കും പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നരകയാതന അനുഭവിക്കുന്ന എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നീ മടങ്ങി വരണം. നിന്റെ കുടുംബത്തെ കെട്ടിവെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിച്ചെടുക്കണമെങ്കിൽ, അഴിയണമെങ്കിൽ നീ തേജോമനായ ദൈവസന്നിധിയിൽ മുഴങ്ങാനും മടക്കണം. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം, ആരാധനയിലേക്ക് മടങ്ങി വരണം, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവത്തിലേക്ക് മടങ്ങി വരണം. ആമേൻ. കുടുംബത്തിൽ ബന്ധനമാണ്, കുടുംബത്തിൽ പോരാട്ടമാണ്, കുടുംബത്തിനകത്ത് എന്നും പ്രശ്നമാണ്, എന്നും ബഹളമാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിയാണ്, സംശയമാണ്, മക്കൾ എന്നും പ്രശ്നം, എന്നും ലഹരി കുടുംബത്തിനകത്ത് കൊണ്ടത് ചൂറ്റി കുടിക്കുന്ന ദുഷ്ട പ്രവർത്തി ചെയ്യുന്ന കെട്ടിയന്മാരോട് പറയട്ടെ, കടയിൽ കിടക്കുന്ന മദ്യം, ഷാപ്പിൽ കിടക്കുന്ന, കല്ല് ഷാപ്പിൽ കിടക്കുന്ന, ബീവറേജിൽ കിടക്കുന്ന, ബ്രാൻഡിക്കടയിൽ കിടക്കുന്ന, ബാറിൽ കിടക്കുന്ന സകല വിഷക്കുപ്പികളും വാങ്ങി നിന്റെ വീട്ടിൽ കൊണ്ടുവച്ച് നീയും നിന്റെ ഭാര്യയും മക്കളും അപ്പനും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരെയും വിളിച്ച് കുടിച്ച് ഉന്മാദ നൃത്തത്തിനായി ആനന്ദിച്ച് ആറാടി നടക്കുന്ന, പുളച്ചു മതിച്ച് നടക്കുന്ന വാശാനി വശങ്ങളെ പോലെ കുടുംബത്തിനകത്ത് ജീവിക്കുന്ന ജഡിക സ്വഭാവമുള്ള, ജഡിക ആഗ്രഹമുള്ള, ലൗകിക ആസക്തിയുള്ള സഹോദര സഹോദരി, നിന്റെ കുടുംബം നരകസമമാണ്. നീ മടങ്ങി വരണം. മടങ്ങി വന്ന് നിന്റെ കുടുംബത്തിനകത്ത് സ്വർഗത്തിന്റെ പ്രതീതി ഉണ്ടാകണം. അതിന് തേജസ്വനായ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് മോശ യഹോവയോട് യാചിച്ചു. ആ ആഗ്രഹമാണ് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് കരുതപ്പെടാതെ കരുതപ്പെടുന്ന ആ അനുഭവം വിട്ടിട്ട് അവൻ ദൈവത്തെ അനുഗമിച്ചു. ഹല്ലേലൂയ. അപ്പൊ ആ തേജോമയനായ ദൈവത്തിന്റെ സ്വഭാവം കാണാൻ വേണ്ടിയിട്ട് മോശ പോലും ആഗ്രഹിച്ചെന്ന് സ്തോത്രം. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7-24 വാക്യം വായിക്കും, ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു, മിസ്രയീമിനെ അടിച്ചു കൊന്നു, വീടിന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്നവർ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ തേജോമനായ ദൈവത്തിന്റെ ഹല്ലേലൂയ തേജസ് കണ്ട മോശ, കാണാൻ ആഗ്രഹിച്ച മോശ, മിസ്രൈമിലെ രാജകീയ പദവിയെക്കാളും ഫറവോന്റെ പുത്രിയുടെ മകനെന്നും ഉള്ള ആ സന്തോഷം, ആ പ്രതാപമൊക്കെ മാറ്റിവെച്ചു. മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിച്ചവൻ അതെല്ലാം മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിനോട് കൂടെ നിന്ന സഹിക്കുന്നത്, കഷ്ടം സഹിക്കുന്നത് തെരഞ്ഞെടുത്തു എന്നാണ്. അപ്പൊ തേജോമനായ ദൈവത്തിന്റെ മുഖതേജസ് കാണുവാൻ ആഗ്രഹിച്ച ആ മോശ എന്ത് ചെയ്തു? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് കരുതപ്പെടുന്നതിനെ വെറുക്കും വിധം ചെയ്തു. മാത്രമല്ല, മിസ്രൈമിലുള്ള നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിനോട് കൂടെയുള്ള കഷ്ടത അവൻ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അതേ സ്നേഹിത, ഈ ലോകത്തിലുള്ള നിക്ഷേപങ്ങളെക്കാൾ, ഈ ഭൂമിയുള്ള സ്ഥാനമാനങ്ങളെക്കാൾ ക്രിസ്തുവിനോടൊപ്പം കഷ്ടത സഹിച്ചുകൊണ്ട് കഷ്ടത്തിൽ ചേർന്ന് അവന്റെ ക്രൂശിന്റെ ഭാഗമായി അവൻ ക്രൂശിൽ മരിച്ച, അവൻ ക്രൂശിൽ അനുഭവിച്ച കഷ്ടാനുഭവത്തിന്റെ അനുഭവത്തെ ദിനംതോറും ധ്യാനിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മോഹങ്ങളെ വിട്ട് നമ്മൾ ദൈവത്തിന്റെ തേജസ് കാണുവാൻ ആഗ്രഹിക്കണം. വൈശോ, കുഞ്ഞു കൊച്ചിനെ നിങ്ങൾ ഭവനത്തിൽ മുഖത്തെ നിങ്ങളുടെ മക്കളെ അത് പറഞ്ഞ് പഠിപ്പിക്കണം, സഭയിൽ അത് പറഞ്ഞ് പഠിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ് കാണുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ അപ്പോസ്തലനായ പൗലോസും ദമസ്കസ് വീതിയിൽ വെച്ച് വീശിയ തേജസ്സിന്റെ വെളിച്ചം കണ്ടപ്പോൾ പൗലോസ് ഹല്ലേലൂയ ദമസ്കസിലേക്ക് യാത്ര ചെയ്യുക. എന്തിനാണ്? ഈ മാർഗക്കാരെ, വിശ്വാസികളെ എല്ലാം പിടിച്ചുകെട്ടി യെരൂശലേമിൽ കൊണ്ട് കൊന്നുകളയും മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങിക്കൊണ്ട് പുറപ്പെട്ട് ദമസ്കസിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് തേജോമനായ ദൈവത്തിന്റെ തേജസ് കണ്ടു. അവൻ നിലത്ത് വീണു. നമ്മുടെ കർത്താവ് ചോദിച്ചു, തേജോമനായ ദൈവം ചോദിച്ചു, ശൗരേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താണ്? അല്ലേ അവൻ ചോദിക്കുക, നീ ആരാകുന്നു കർത്താവ്? തേജോമനായ ദൈവത്തിൽ നീ ആരാകുന്നു? അപ്പൊ നമ്മുടെ തേജോമനായ ദൈവം നീ ഉപദ്രവിക്കുന്ന യേശു. പൗലോസ് 3 ദിവസം കാണാതെ, വെള്ളം കുടിക്കാതെ, ഒന്നും കഴിക്കാതെ ഇരുന്നത്. പിന്നെ അനന്യാസ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവന്റെ കണ്ണിൽ ചെതുമ്പല് പോലെ ചിലതൊക്കെ വീണ്. പിന്നീട് അവൻ മാനസാന്തരപ്പെട്ടു. തേജോമനായി ദൈവത്തെ കാണുവാൻ അവൻ ഒരുങ്ങിയത് കൊണ്ട് അവനെല്ലാം ചപ്പും ചവറും എന്ന് എണ്ണിയെന്ന്. ഹല്ലേലൂയ. പൗലോസ് തേജോമനായ ദൈവത്തെ കണ്ടതുകൊണ്ട് എന്താണ് ചെയ്തത്? എല്ലാം ചപ്പും ചവറും എന്ന് എണ്ണിയെന്ന്
ആമേൻ. ഫിലിപ്പി ലേഖനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. നമ്മൾ ഫിലിപ്പി ലേഖനത്തേക്ക് വരുമ്പോൾ തേജോമനായ ദൈവത്തിന്റെ തേജസ് കണ്ട പൗലോസിന്റെ അനുഭവം നമുക്ക് വായിച്ചു നോക്കാം. ആമേൻ. ഫിലിപ്പി ലേഖനം 3-ാം അതിന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും. അതിന് കുറച്ചുകൂടെ മോളിൽ നിന്ന് വായിക്കുമ്പോഴാണ് സുഖം. ഹല്ലേലൂയ. ആമേൻ. ഫിലിപ്പി ലേഖനം 3-ാം 10 തൊട്ടുള്ള വായിക്കുന്നു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന് എണ്ണുന്നു. പൗലോസ് ഉണ്ടായിരുന്നെല്ലാം ഉപേക്ഷിച്ച് അവർ തന്നെ എണ്ണുക. എന്തിനാ? നമ്മുടെ കർത്താവിന്റെ ആ മുഖതേജസ് കാണുവാൻ. അവൻ ദമസ്കോസ് പടിക്കൽ വെച്ച് കണ്ട കർത്താവിന്റെ മുഖതേജസ്സിന് വേണ്ടിയിട്ട് പൗലോസ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സാഗരത്തിൽ ചവറം തന്നെ. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കുടുംബത്തിൽ ഈ ഭൂമി നീ ജീവിക്കുന്നതിന്റെ കുടുംബ പാരമ്പര്യമുള്ള ലഗമ സ്വത്തുക്കളിന്റെ പൂഴ്ചയുണ്ട്, സ്വയം പ്രശംസത്തിന്റെ അഹങ്കാരമുണ്ട്, നികളുമുണ്ടല്ലോ. ഞാനെന്നുള്ള ഭാവമുണ്ട്, എനിക്ക് എന്റേത് ഞങ്ങളുടേതെന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ആരാ, ഞങ്ങളുടെ കുടുംബം എന്താ, ഞങ്ങളുടെ തറവാട് എന്താണെന്നറിയാമോ, ഞങ്ങളുടെ പിതാക്കന്മാർ അപ്പൂപ്പന്മാർ ആരായിരുന്നു അറിയാമോ എന്നൊക്കെയുള്ള നിന്റെ ജഡിക പ്രാകൃത ആ സാത്താൻ നിന്റെ ഉള്ളിൽ കൊണ്ട് തന്നിരിക്കുന്ന ആ സ്വയത്തത്തെ നീ അങ്ങ് മാറ്റണം. ഞങ്ങളങ്ങ് വലിയ കുടുംബക്കാരാ, ഞങ്ങൾക്ക് വലിയ തറവാട്ടുകാരാ, ഹല്ലേലൂയ, ഞങ്ങളുടെ മഹത്വം അറിയാമോ, ഞങ്ങളുടെ പണം അറിയാമോ, ഇതെല്ലാം ഞങ്ങളുടെ പിതാക്കന്മാരുണ്ടാക്കിയതാ എന്നൊക്കെ പറഞ്ഞ് പിശാച് നിന്റെ ഹൃദയത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠനായിരുന്ന പൗലോസ് എന്നൊക്കെ പറഞ്ഞ നല്ലൊരു രാജകീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ന്യായപ്രമാണം സംബന്ധിച്ച് എല്ലാവരും വളരെ അറിവുള്ളവനായിരുന്നു. ഗമാലിയലിന്റെ വാദപീഠത്തിരുന്ന് നന്നായിട്ട് ന്യായപ്രമാണം പഠിച്ച് അഭ്യസിച്ചവരാണ്. ഹല്ലേലൂയ. ആ പൗലോസ് പറയാണ്, കർത്താവിനോട് ഹല്ലേലൂയ അവൻ ഇരിക്കണം, അവന്റെ മരണത്തോട് അനുഭവപ്പെടണം, അവന്റെ പുനരുത്ഥാന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം. ഇങ്ങനെ വല്ല വിധത്തിലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഹല്ലേലൂയ ആ പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് പുള്ളി എല്ലാം ചവറം തന്നെ. നിങ്ങൾക്ക് ആ ചിന്താഗതിയുണ്ട്. ഇത് വേണമെങ്കിൽ നമ്മൾ ആ തേജോമനായ ദൈവത്തെ കാണണം. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ ഞാൻ ഈ ദൈവത്തിനും പറഞ്ഞു, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, തേജോമനായ ദൈവം നിന്റെ ഭവനത്തിനകത്ത് വന്നാൽ, തേജോമനായ ദൈവം നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടാൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിന്റെ കുടുംബത്തിന്റെ ഇരുള് മുഴുവൻ മാറും. ഇന്നും നിന്റെ കുടുംബം ഇരുട്ടില്ലല്ലേ? നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചമുണ്ടോ? അല്ലെങ്കിൽ വൈദ്യുതി പോയി കഴിഞ്ഞാൽ നിന്റെ കുടുംബം എങ്ങനെയാ? നമുക്കറിയാം, നമ്മളിപ്പം വീട്ടിനകത്ത് വിളിച്ചത് ഈ വൈദ്യുതിയാണല്ലോ. ഇത് അരമണിക്കൂർ ഇപ്പം കട്ടുണ്ട്, ശരിയാ. അരമണിക്കൂർ കൊണ്ട് അണഞ്ഞു കഴിയുമ്പോഴും നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താ? നിന്റെ കുടുംബം ഇരുള് വ്യാപിച്ചില്ലേ? എന്തു പറഞ്ഞ പോലാണ് തേജോമനായി ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിനകത്ത് സാത്താൻ ഇരുള് കൊണ്ടുവന്നിരിക്കുക, പിശാൻ ഇരുട്ട് കൊണ്ടുവന്നിരിക്കുക. അവൻ നിന്നെ ഇരുട്ടിലിട്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ നീ അത് മടങ്ങി വന്ന് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായിരിക്കും തേജോമനായ ദൈവം നിന്റെ കുടുംബത്തിൽ പ്രകാശിക്കുവാൻ, നിന്റെ കുടുംബത്തിൽ ഉദയനക്ഷത്രം ഉദിച്ചു നിൽക്കുന്നത് പോലെ സ്തോത്രം കോടാനുകൂടി ഉദയനക്ഷത്രം ഉദിച്ചു നിന്നാൽ അതിനേക്കാൾ തേജസ്സേറിയ തേജോമനായ ദൈവം നിന്റെ കുടുംബത്തിനകത്ത് ആ പ്രകാശത്തോടെ നിൽക്കുവാൻ നീ ആഗ്രഹിക്കണം. പ്രൈസ് ലോർഡ്. അപ്പൊ നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറും. സമാധാനമുണ്ടോ? നിനക്ക് സ്വസ്ഥതയുണ്ടോ? എന്ന് കണ്ണുനീരല്ലേ, വേദനയല്ലേ? എത്രമാത്രം ദുഷികളാണ്, നിന്ദകളാണ് നീ ഏൽക്കുന്നത്. എന്റെ ജീവിതം എത്രമാത്രം മടുത്ത്, നീ എത്രയോ പ്രാവശ്യം മരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടില്ലേ? ഇനി ജീവിക്കേണ്ട മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക നീ പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ. മരിക്കാൻ വേണ്ടി നീ പല പദ്ധതികളും ആവിഷ്കരിച്ച് നോക്കിയിട്ടില്ലേ? മരണത്തിന് നീ പലപ്പോഴും തയ്യാറല്ലേ? മരണത്തിൽ നീ മടങ്ങി വന്നതല്ലേ? തലമുടി 4 ഇഴയ്ക്ക് നീ പല അപകടത്തിൽ നീ രക്ഷപ്പെട്ടിട്ടില്ലേ? ഹല്ലേലൂയ. സ്വതം തലമുടി 4 ഇഴയ്ക്ക് ചില അപകടങ്ങൾ നീ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, അത് ലോകമല്ല, നിന്റെ കഴിവല്ല, പ്രാപ്തിയല്ല, നീ വിശ്വസിച്ച മതമല്ല, മതദൈവങ്ങളല്ല. അത് നിന്നെ വിടിവിച്ചത്, നീ ആ തലമുടി 4 ഇഴയിൽ രക്ഷപ്പെട്ടത് തേജോമനായ ദൈവത്തിന്റെ കരുതലാ കേട്ടോ. ആ തേജോമനായ ദൈവത്തെയാണ് നീ സ്തുതിക്കേണ്ടത്.
ഹല്ലേലൂയ. ആ തേജോമയനായ ദൈവത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. സ്തെഫാനോസ് പ്രസംഗിച്ചപ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ കണ്ടെങ്കിൽ, നിന്റെ മുഖവും നിന്റെ മക്കളുടെ മുഖവും നിന്റെ ഭർത്താവിന്റെ മുഖവും ഹല്ലേലൂയ നിന്റെ ഭാര്യയുടെ മുഖവും ഒക്കെ ദൈവദൂതന്റെ മുഖം പ്രകാശിക്കുന്നത് പോലെ പ്രകാശിക്കണം. ചില കുടുംബത്തിൽ ചെന്ന അമ്മായിയമ്മയുടെ പല്ലുകടി കണ്ട, മരുമോളുടെ പല്ലുകടി, അപ്പന്റെ പല്ലുകടി കണ്ട, അങ്ങനെയുള്ള ബന്ധപ്പെടും. ഞാൻ ഒത്തിരി ബന്ധപ്പെടും. ഞാൻ പല വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവും ഭാര്യ പല്ല് കടിച്ചതിക്കുന്നത്, ഉള്ള പല്ലുകളുടെ കടിച്ചു പൊട്ടിച്ച് കളയും. എന്ത് കരിതുള്ളിയാ ചില കുടുംബത്തിൽ ചെല്ലുമ്പോൾ സൗകര്യമാര് നിൽക്കുന്നത്. എന്തോ വാദപ്രതിവാദം, വീരവാദി ദൂഷണയെ പ്രശംസിക്കുന്നത്. എന്ത് ഈ 52 സംഗീതന്റെ ഭർത്താവിനോട് വാല്യൂക്കുക, വീരാന്തി ദൂഷണയെ പ്രശംസിക്കുന്നത്. എന്ത് എന്റെ ഭർത്താവ് 4 എണ്ണം കൊണ്ടിക്കൊണ്ട് വീണ്ടും വീണ്ടും ഉള്ള തൊണ്ട അങ്ങോട്ട് തുറക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള കുടുംബം പോയിട്ടുണ്ട്. അല്ലേ? ഇതൊക്കെ എന്തോ തേജോമനായ ദൈവത്തിന്റെ പ്രകാശം നിന്റെ കുടുംബത്തിൽ, തേജോമനായ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിശാചിന്റെ കുടുംബത്തിനൊക്കെ തിളച്ച കൊണ്ട് ഇരുള് കൊണ്ടുവന്നു. അവൻ ഇരുളിന്റെ അധിപതിയാ. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, അബ്രഹാം ഒരു വിഗ്രഹാരാധിയായിരുന്നു. കൽദയ പട്ടണമായ ഊരിൽ തന്റെ അപ്പൻ തേറെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്ന ആളായിരുന്നു. അങ്ങനെ വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്ന വിഗ്രഹാരാധിയായ അബ്രഹാം ഇരുളടഞ്ഞ ജീവിതം ഇരുട്ടിൽ നിന്നാണ് അവന് വെളിച്ചത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത്. ഇരുട്ടിൽ കിടന്ന അബ്രഹാമിനാണ് ദൈവം, അവൻ തേജോമനായ ദൈവം പ്രത്യക്ഷമായത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ഇന്ന് ഇരുട്ടിന്റെ അനുഭവത്തിലല്ലേ കിടക്കുന്നത്? ഇരുട്ടിൽ നിന്ന് പുറത്തു വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകസുഖങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്ക്. ഈ ഭൂമിയിലെ പൗരത്വമല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ഫിലിപ്പിലേഖനം 3:20 വാക്യം അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഈ ലോകത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ ഭൂമിയിലുള്ള ചിന്തിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിലുള്ള ചിന്തിച്ച് ഭൂമിയിൽ കൊണ്ടുപോയി നമ്മൾ ജീവിക്കാതെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നമ്മൾ തിരിച്ചറിയണം. ഫിലിപ്പിയർ 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ ലോകത്തെ വിടണം. ലോകത്തെ ലൗകിക സുഖം, ലൈംഗികത്തെ ഭൗതിക ഇവിടുത്തെ സുഖങ്ങളെല്ലാം നീ മാറ്റിവെച്ചിട്ട് തേജോമനായി ദൈവത്തിലേക്ക് മടങ്ങുന്ന അബ്രഹാമിനെ പോലെ തേജോമനായി ദൈവത്തെ നീ കാണുകയാണെങ്കിൽ, അബ്രഹാമിനെയും തന്റെ തലമുറയെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആ തേജോമനായ ദൈവത്തെ ആവശ്യം, ഈ ലോകത്തെ അല്ല നമുക്ക് ആവശ്യം കേട്ടോ. വായിച്ച വചനത്തേക്ക് അപ്പോസ്തലർ 7-ാം അധ്യായം എന്റെ 2-ാം വാക്യം, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസോപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായി ദൈവത്തിന് പ്രത്യക്ഷനായി എന്ന മഹാപുരോഹിതന്മാർ വലിയ സംഘത്തിനു മുമ്പിൽ സ്തെഫാനോസ് അതിശക്തമായ ഒരു പ്രസംഗം നടത്തുകയാണ്. അത് കേട്ടപ്പോൾ അവർക്ക് കലിതുള്ളി, അവർ കോപം കൊണ്ടു. സ്തെഫാനോസ് പട്ടണത്തിൽ പുറത്തെറിഞ്ഞ് അവനെ കല്ലെറിഞ്ഞ് കൊന്നു. എന്നാലും സ്തെഫാനോസ് തന്റെ ശുശ്രൂഷ നിവർത്തിച്ചു. അതെ, നീ തേജോമനായ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ ദൈവം നിന്നെ മാനിക്കും, നിന്റെ കുടുംബത്തെ മാനിക്കും. പാപശാപ രോഗബന്ധനങ്ങളെ എന്റെ കുടുംബത്തെ അലട്ടുന്ന ഇരുളിന്റെ മഹാവ്യാധിയുടെ രോഗത്തിന്റെ കഷ്ടതയുടെ ദാരിദ്ര്യത്തിന്റെ കടക്കണിയിൽ നിന്റെ കുടുംബത്തെ ഇന്ന് പകൽ ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. ആ തേജോമനായി ദൈവം നിന്റെ കുടുംബത്തിൽ പ്രത്യക്ഷമാകുവാൻ ദൈവത്തിന് ഒന്നിച്ചെന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ മലധികമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, ഹല്ലേലൂയ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കുടിലോട്ട് കൊട്ടാരത്തിലൂടെ പാർക്കുന്ന എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാരും മത നേതാക്കന്മാർ, ഹല്ലേലൂയ, രാഷ്ട്ര നേതാക്കന്മാർ, എല്ലാ സംഘടനാ അനുഭാവികളും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും വൃത്തരും അസമ യാച ഓട്ടനച്ചിലും ഒട്ടജൂലും ജുവലും തടവറയിലായിരിക്കുന്ന എല്ലാ മേഖലയിലായിരിക്കുന്ന എല്ലാ വിഭാഗം ജനത്തെയും കർത്താവ് സന്ദർശിക്കണമേ. ആ ഇരുളിന്റെ ആധിപത്യം വിട്ട് തേജോമനായി ദൈവത്തിന്റെ ശ്രേഷ്ഠത കാണുവാൻ, ജീവിത വിശുദ്ധി, ആത്മരക്ഷ പ്രാപിപ്പാൻ, നിത്യജീവന്റെ അവകാശമായി കർത്താവിന്റെ വരങ്ങൾ പേർ വിളിക്കുമ്പോൾ എല്ലാവരും നിത്യതയെ കാണപ്പെടുവാൻ ജനത്തെ ഒരുക്കണമേ. ലോകവും പോകാനുള്ള ദൈവമക്കളും ദൈവദാസന്മാരെ ദൈവസഭയിൽ ഓർക്കുന്ന ക്രൈസ്തവ സമൂഹം ഉയർക്കുന്ന പീഡനങ്ങളുടെ നടുവിൽ വിടുതലയിക്കണമേ. സകലമുഖത്തി എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.